സാർ ഇരിക്കണം. തന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നവനല്ല ഞാൻ. എന്റെ ആളുകൾ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞു കിടക്കുമ്പോ ഈ കസേരയിൽ ചടഞ്ഞിരിക്കാൻ എനിക്കാവില്ല. സാർ എന്താ പറയുന്നത്? ആര് തല്ലിയെന്നാ? അന്വേഷിക്കണം, അവർക്കെതിരെ ആക്ഷൻ എടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് ഇയാൾക്ക് മനസ്സിലാവും. അധികാരത്തിലിരിക്കുമ്പോ എന്റെ കാല് നക്കി നടന്നവരാ ഇപ്പോഴും തന്റെ മേലുദ്യോഗസ്ഥന്മാരെന്ന് ഓർത്തോണം. ഇല്ലെങ്കിൽ മറ്റു വഴിയിൽ എനിക്കറിയാം ഇതെങ്ങനെ നേരിടണമെന്ന്. സാർ, ഞാൻ ഒരു രക്തപ്പുഴ ഒഴിവാക്കാനാണ് ഞാൻ പറയുന്നത്. തല്ലി അവനെ അറസ്റ്റ് ചെയ്യണം. ഇനി ഇത് ആവർത്തിക്കാത്ത വിധം അവനെ ഒരു പാഠം പഠിപ്പിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? ശരി സാർ. തീരെ ഹോപ്പില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇടിമിന്നല് പോലെയല്ലേ ദേവൻ കുഞ്ഞിന്റെ കൈയും കാലും വീശുള്ള പ്രയോഗങ്ങൾ. വീണോം പിന്നെ എണ്ണിട്ടില്ല. അല്ല, അത് പിന്നെ അങ്ങനെ വരൂ. മുലകുടി പ്രായം തൊട്ട് ഈ കൈ കടന്ന അവൻ വളർന്നത്. ദേവനെ അടിയന്തരം പിടിപ്പിച്ച് നമ്പ്യാരാന്ന് പറയരുത്. ഇളക്കല്ലടാ, ഉളുപ്പ് കേട്ട് തല്ല് കൊള്ളാനല്ലാതെ തിരിച്ചു തല്ലാൻ ഇവിടെ ആണുണ്ടായിട്ടുണ്ടോ? ഈ മീറ്റിങ്ങിന് വലിയ തീപ്പൊരി പ്രസംഗം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. നേരിടാൻ കയ്യൂക്കുള്ള ആണുങ്ങൾ തന്നെ വേണം. അതിനെന്റെ ദേവൻ കുഞ്ഞു മതി നേതാവായിട്ട്. നടക്കണ. എന്തിനാ? അതൊക്കെ സ്റ്റേഷൻ വന്നിട്ട് പറയാം. നടക്കാൻ. എവിടുന്നാ വിളിക്കുന്നത്? വന്ന ദിവസം മുതൽ പയ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ആരാ അറസ്റ്റ് ചെയ്തത്? സേതു വേണു. മതി. മെഡിക്കൽ കോളേജ് കിടന്നിരുന്നാൽ എത്തിപ്പ് ചത്തു. ഇനി ഇതും കൂടെ അങ്ങോട്ട് കെട്ടിയെടുക്കണ്ട.